ഡികെ എന്തായി കാണിക്കുന്നേ? അമ്മേ, ഡികെ എന്തായി കാണിച്ചത്? മായേ, എനിക്കും അവൻ ഇപ്പൊ ചെയ്യുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ തീരുമാനം അവന്റേതാ. ഞാൻ ഇനി ഒരു അഭിപ്രായം പറയില്ല. ഡികെ എങ്ങനെ അവളോട് ക്ഷമിച്ചെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ. ഇത്ര നേരം ഡികെക്ക് വേണ്ടി സംസാരിച്ച നമ്മളൊക്കെ ഇപ്പൊ ആരായി? നമുക്കൊന്നും ഈ വീട്ടിൽ ഒരു വേലയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ മായിച്ചി ഡികെ ജയിലിൽ നിറക്കിയത്. അതിന്റെ വില പോലും ഡികെ ചേച്ചിയോട് കാണിച്ചില്ലല്ലോ. ആ അതെ, അത് ശരിയാ. ജാമ്യം കിട്ടാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? അത് നിങ്ങളെപ്പോൾ തന്നെയാ ഞാനും. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് സംസാരിക്കട്ടെ. എന്താ ഒരു ഉദ്ദേശമെന്ന് എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. എന്തായാലും വന്ന് കേറുന്നില്ലേ ഉള്ളൂ. തൽക്കാലം അവനൊന്ന് വിശ്രമിക്കട്ടെ. സുപ്രിയ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡികെ എന്തിനാ എന്നെ തിരികെ വിളിച്ചു കയറ്റിയത്? എല്ലാം അവസാനിപ്പിച്ച് തിരികെ പോകാൻ തീരുമാനിച്ചതാ ഞാൻ. എന്നിട്ടും തിരികെ എന്നെ കൈപിടിച്ച് കയറ്റി. എന്തിനാ? അവസാന നിമിഷം നീ എന്തെങ്കിലും മാജിക് കാണിച്ചതാണോ സുപ്രിയ? കൊല്ലാനാണോ വളർത്താനാണോ എന്ന് എനിക്കറിയില്ല. എന്തിനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഇതൊന്നും അധികമാവില്ല. എല്ലാവരും എന്നെ വെറുത്തു, അമ്മ പോലും. നിനക്കെന്നോട് വെറുപ്പില്ലാന്ന് എനിക്കറിയാം കേട്ടോ. നിനക്കറിയില്ലേ സത്യം? എല്ലാം നീ കാണുന്നുണ്ടല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ ആ ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം നിന്റെ മരണമൊഴി തന്നെയാണോ? ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഡികെ ജയിലിലാക്കാൻ ഒരു തെളിവ് നീ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കില്ല. കാരണം അത് ഡികെ ചതിക്കുന്നതിന് തുല്യാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. സത്യത്തിൽ ആരാണ് ആ കള്ളമൊഴി ഉണ്ടാക്കിയത്? എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നീ ഒരു വഴി പറഞ്ഞതാ സുപ്രിയ. ഡികെയും ഈ വീടിനെയും ചതിച്ചവളെന്ന ദുഷ്പേര് പേര് വേണം എനിക്കിനി ഈ വീട്ടിൽ ജീവിക്കാൻ. പക്ഷേ കോരിച്ചൊരിയുന്ന ഈ പേമാരിയേക്കാൾ ശക്തമായി എന്റെ ഉള്ളിൽ കണ്ണീര് പെയ്യുന്നുണ്ട്. ആർക്കും അത് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ഈ ഇടിമിന്നലിനേക്കാൾ വലിയ ശബ്ദത്തിൽ എന്റെ നെഞ്ച് നിലവിളിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അപരാധിയാണ്. എന്റെ നിരപരാധിത്വം ഞാൻ ആരോട് പറയും? ചായ.
എന്തുപറ്റി? എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇത്രയൊക്കെ DK ദ്രോഹിച്ചിട്ടും വീണ്ടും ജ്യോതിയെ കൈപിടിച്ച് കയറ്റിയത് എന്തിനാണെന്നാ ഞങ്ങളുടെ സംശയം. എല്ലാ സംശയങ്ങൾക്കും ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞാൽ പിന്നെ ഉത്തരങ്ങൾ ഉണ്ടാവില്ല. DKയുടെ ജീവിതത്തിലേക്ക് ഒരു ചതിയിലൂടെ കടന്നു വന്നവളാണ് അവൾ. അന്ന് തൊട്ട് ഇന്ന് വരെ ജ്യോതിയെ കൊണ്ട് DKക്കോ ഈ വീടിനോ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പലതവണ ഈ വീട്ടിൽ നിന്നും അവൾ ഇറങ്ങിപ്പോയിട്ടും അമ്മയാണ് അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാ ആ അമ്മ പോലും ഇപ്പൊ അവൾക്കെതിരെ നിൽക്കുക. എന്നിട്ടും DK തന്നെ അവളെ കൈപിടിച്ചു കയറ്റും. എന്താ DK ഇതിന്റെ അർത്ഥം? ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല മായ. ഇനി അഥവാ ഉത്തരം ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റാരോടും പങ്കുവയ്ക്കാനുമാവില്ല. എന്തായാലും ഇപ്പൊ അവളെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയതിന് ഒരു കാരണമുണ്ടെന്ന് മാത്രം മായ മനസ്സിലാക്കിയാൽ മതി. ആ കാരണം എന്താണെന്ന് ഞങ്ങൾ കൂടി അറിയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞൂടെ അത് ഞങ്ങളോട്? അമരാവതിയിലെ കുടുംബക്കാർക്കിടയിൽ അത് രഹസ്യമാക്കിയിരിക്കുന്ന എന്തിനാ? മായ, സില്ലി കാര്യങ്ങൾക്ക് ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. എന്റെ മരുമക്കൾ അറിയാനുള്ള കാര്യമാണെങ്കിൽ ഞാനത് തീർച്ചയായും പറഞ്ഞിരിക്കും. ഇനി നിങ്ങൾ അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ഞാനത് പറയുകയില്ല. തൽക്കാലം അവളെ തിരികെ കയറ്റിയതിന്റെ കാര്യം നിങ്ങൾ ആരോടും എനിക്ക് പറയാനാവില്ല. DKയുടെ ജയിൽവാസത്തിന് കാരണമായവൾ ആ ജ്യോതി. അത് DK മറക്കരുത്. ഞാനൊന്നും മറന്നിട്ടില്ല മായ. എനിക്കെല്ലാം മനസ്സിലാവും. അവൾ ചെയ്ത തെറ്റ് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കുകയില്ല. പക്ഷേ തൽക്കാലം എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. അതിലൊരു കുറ്റബോധവുമില്ല. നിക്ക്. ഇവിടേക്ക് തിരിച്ചു കയറാൻ എന്ത് മന്ത്രമാടി നീ പ്രയോഗിച്ചത്? ഞാൻ ഒരു മന്ത്രവും പ്രയോഗിച്ചിട്ടില്ല. അറിയാവുന്ന ദൈവങ്ങളോടൊക്കെ നന്നായിട്ടങ്ങ് പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അവളുടെ ഒരു പ്രാർത്ഥന. സ്വന്തം ഭർത്താവിനെ ജയിലിൽ കേട്ടിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? ഞാൻ കാരണം DK ജയിലിലായെങ്കിൽ ഞാൻ തന്നെ DK ജാമ്യത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതാര് വിശ്വസിക്കും? DK അടക്കം വിശ്വസിച്ചിരിക്കുന്നത് ഞാനാണ് DK ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നതെന്ന്. ഇനി അതിന്റെ ക്രെഡിറ്റ് നിനക്ക് ഞാൻ തരില്ല. അതിനെനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല മായേ. DK ജാമ്യത്തിലെടുത്തതിന്റെ ക്രെഡിറ്റ് നീ തന്നെ വെച്ചോ. പക്ഷേ DKയുടെ ഭാര്യ എന്ന പദവി അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്താ പറഞ്ഞത്? നീ കേട്ടത് തന്നെ. മനസ്സുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ച നിമിഷത്തിലാണ് DK എന്നെ തിരിച്ചു വിളിച്ച് അകത്തേക്ക് കയറ്റിയത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. DKയുടെ ജീവിതത്തിൽ നിന്ന് ഇനി ഒരിക്കലും ഞാൻ ഒഴിഞ്ഞു പോവില്ല. നിന്നെ ഞാൻ അധിക ഷോ കാണിക്കല്ലേ മരുമോളെ. നിന്റെയൊക്കെ അമ്മായിയമ്മ തന്നെയാ ഞാൻ ഇപ്പോഴും. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പോലെ ഞാൻ DK ഉപേക്ഷിക്കുകയോ DK എന്നെ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് ഉറപ്പാ. അതുകൊണ്ട് തന്നെ
ഇനി അങ്ങോട്ട് നിങ്ങൾ എല്ലാത്തിന്റെയും അമ്മായിയമ്മയായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സുപ്രിയ, നിനക്കറിയാലോ, മായയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്കിപ്പോ ആവില്ല. അവളെ ഇവിടെ നിർത്താൻ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ കുറച്ച് ദിവസം കൂടി ഞാൻ അവളെ സഹിച്ചേ പറ്റൂ. അതിന്റെ കാരണം തൽക്കാലം ആരോടും വെളിപ്പെടുത്താൻ കഴിയില്ല. ഹിറ്റ്ലർ, ഹിറ്റ്ലർ എന്നോട് ക്ഷമിക്കണം. ഞാനൊന്നും മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. ആ ജയരാമൻ എന്റെ അച്ഛനെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. വേണ്ട, അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും ഇനി എനിക്ക് കേൾക്കണ്ട. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനല്ല, ഒരു കാര്യം ചോദിക്കാനാ. എന്ത് കാര്യം? നിങ്ങൾ എന്നോട് ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞ നിമിഷം മനസ്സിൽ മരണം ഉറപ്പിച്ചവളാ ഞാൻ. എന്നിട്ടും നിങ്ങൾ എന്നെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റി. എന്തിനാ നിങ്ങൾ എന്നോട് ക്ഷമിച്ചത്? ആര് പറഞ്ഞു ക്ഷമിച്ചെന്ന്? നിന്നോട് ഈ ജന്മത്തിൽ ഞാൻ ക്ഷമിക്കില്ല. പിന്നെ എന്തിനാ എന്നെ തിരികെ കയറ്റിയ? അത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഭാര്യയുടെ അവകാശവും പറഞ്ഞ് മേലിൽ ഈ മുറി കയറി വരരുത്. ഔട്ട്. ഗെറ്റ് ഔട്ട്. ഇല്ല സുപ്രിയ, ഇനി ഒരിക്കലും എന്റെ ഭാര്യ എന്ന പദവിയുടെ ഒരവകാശവും അവൾക്ക് കിട്ടില്ല. അത് ഈ വീട്ടിലായാലും നാട്ടുകാരുടെ മുമ്പിലായാലും ഒരു ജോലിക്കാരുടെ സ്ഥാനം പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല. മോനെ, അമ്മയെ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാമെന്നാണോ? നോ മൈസൺ, ഞാൻ ആർക്കു വേണ്ടിയും വക്കാലത്ത് കൊണ്ട് വന്നതല്ല. പക്ഷേ അമ്മയ്ക്കൊരു ഡൗട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ജ്യോതി ആ തെളിവുകൾ ജയരാമൻ എടുത്തു കൊടുത്തു എന്നുള്ളത് സത്യം തന്നെ. അതുകൊണ്ടാണ് നിന്നെ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പക്ഷേ അവളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവളെ കൊണ്ട് ജയരാമൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് എല്ലാ മനുഷ്യരെയും പൂർണ്ണ വിശ്വാസം. മറ്റുള്ളവരങ്ങനെയല്ല. പുറമേ ചിരിക്കും, മനസ്സുകൊണ്ട് വെറുക്കും. തേൻ പുരട്ടിയ മധുരമുള്ള വാക്കുകളാൽ സംസാരിക്കുമ്പോഴും നമുക്ക് നേരെ എഴുവാൻ
വിഷം പുരട്ടിയ കൂരമ്പുകൾ അവർ കരുതും. അമ്മയ്ക്ക് എല്ലാവരും നല്ലവരെന്ന് തോന്നുന്നത് അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാണ്. ഒരു ചതിയിലൂടെ അവൾ എന്നെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്ന് പറഞ്ഞ് അവൾ ഈ വീട് വിട്ടുപോയി. പോയി അവൾ തിരിച്ചു വന്നത് ജയരാമന്റെ സ്പൈ ആയിട്ടാണെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. പല തവണ അവൾ ആ ലോക്കർ എടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടതാ. ഒടുവിൽ അവളെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ജയരാമനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി. അതാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അമ്മയോടൊപ്പം കളിച്ചും ചിരിച്ചും അമ്മയെ സ്നേഹിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചും 24 മണിക്കൂറും. ഒരിക്കലെങ്കിലും അവൾക്ക് അമ്മയോട് പറയാമായിരുന്നു ഇങ്ങനൊരു കാര്യത്തിന് ജയരാമൻ അവളെ നിർബന്ധിക്കുന്നുവെന്ന്. പറഞ്ഞോ അവള്? ഇല്ലല്ലോ. അതല്ലേ അമ്മ ഏറ്റവും വലിയ ചതി. അതുകൊണ്ട് ഇനി ഒരിക്കലും അവളെ ഭാര്യയായിട്ട് കാണാനോ ഭാര്യയുടെ അവകാശങ്ങൾ കൊടുക്കാനോ എനിക്കാവില്ല. പിന്നെന്തിനാ മോനെ നീ അവളെ തിരിച്ചു വിളിച്ചത്? നിന്റെ മരുമക്കൾ എല്ലാരും അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പിന്നെ എന്തിനാ നീ അവളെ കൈപിടിച്ച് കയറ്റിയത്? നീ എന്താ മോനെ ഒന്നും പറയാത്തത്? അമ്മ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ആരോടും പറയാൻ കഴിയില്ല. പക്ഷേ എന്റെ അമ്മയോട് ഞാനൊന്നും ഒളിക്കുന്നില്ല. ഞാനത് പറയാം. CBI എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച ശേഷം ജ്യോതിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. മാപ്പർഹിക്കാത്ത തെറ്റാ എന്റെ മോൾ ചെയ്തത്. അതിന് ഞാൻ മോനോട് മാപ്പ് ചോദിക്കുന്നു. നെഞ്ചു കുത്തി കീറിയിട്ട് അയ്യോ ചോര പോകുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ. ഞാൻ കെട്ടി താലി അഴിച്ചു മാറ്റി നിങ്ങൾ എപ്പോഴാണ് അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത്? എന്തിനു വേണ്ടി അവൾ എന്റെ വീട്ടിലേക്ക് വന്നോ ആ ജോലി അവൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. വേണ്ട, മാപ്പപേക്ഷ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞുപോയി. അബദ്ധങ്ങൾ ചെയ്തു കൂട്ടിയപ്പോഴെല്ലാം അവളെ സംരക്ഷിച്ചതും ചേർത്ത് പിടിച്ചതും എന്റെ അമ്മയാ. ആ അമ്മയുടെ വിശ്വാസത്തെയാ അവള് കടക്കിൽ വെച്ച് വെട്ടി വീഴ്ത്തിയത്. മോന്റെ മനസ്സിലെ തീ എനിക്കറിയാം. അവളോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി ഈ കാര്യത്തിലൊരു ചർച്ചയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകളെ എന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോവുക. ഇതുവരെ അവളുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ സഹിച്ചു. ഇനി വയ്യ. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മോന്റെ കാര്യത്തിൽ മനഃപൂർവ്വം അവൾ ഇങ്ങനെ കുറ്റം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്കിളിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അവൾക്ക് വേണ്ടി ഇനിയും സംസാരിച്ചാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടെന്ന് വരും. ഇനി അവളെ അമരാവതിയിൽ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മൂത്ത മകൾ ഭർത്താവിനെ ചതിച്ച് വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്റെ പ്രിയമോൾക്ക് നല്ലൊരു വിവാഹാലോചന പോലും വരില്ല. കുടുംബം അടക്കം ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മോനെ, ഞാൻ മോന്റെ കാല് പിടിക്കാം. അവളെ ഉപേക്ഷിക്കരുത്. ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും അവിടെ കഴിയാനുള്ള അനുവാദം അവൾക്ക് കൊടുക്കണം. സത്യം മോനെ സുധാകരൻ നായർ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ മകൾ ഭർത്താവ് ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ തിരിച്ചു വന്നു നിന്നാൽ ആ വീട് പിന്നീട് നരകവാ. അവിടെ ജീവിതവും നരകവാ. അത്
മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ മനസ്സിലാകൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? അവളുടെ ജീവിതം ഇല്ലാതാക്കിയത് അവള് തന്നെയല്ലേ? അതെ, സ്വന്തം മകളെ പോലെ ഞാൻ അവളെ മനസ്സർത്ത് സ്നേഹിച്ചിട്ടും അവള് നമ്മൾ ചതിച്ചു. എന്തായാലും ഒരു ജോലിക്കാരുടെ സ്ഥാനം കൊടുത്തിട്ടാണെങ്കിലും നീ അവളെ തിരിച്ചു വിളിച്ച് കയറ്റിയല്ലോ. അതിലമ്മയ്ക്ക് സന്തോഷമുണ്ട്. അവിടെ കാര്യത്തിൽ അമ്മ ഇനി നിന്നോട് ഒരു റെക്കമെൻഡേഷൻ നടത്തില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അമ്മ ഇനി ഒരു എതിർപ്പും പറയില്ല.